നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂർ പഞ്ചായത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ഉത്രാളിക്കാവ് പൂരം വടക്കഞ്ചേരി ദേശം കാഴ്ചപ്പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. കൊയ്ത്തുത്സവം ആഘോഷമാക്കി വരടൻചിറ പാടശേഖര സമിതി 55 ഏക്കർ പാടശേഖരത്താണ് 100 മേനി വിളവെടുപ്പ് നടത്തിയത്. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ കടകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മിന്നൽ പരിശോധന. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. പുത്തൂർ പഞ്ചായത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. പുത്തൂർ തുളിയാംകുന്ന് പാടശേഖരത്തിലെ 22 ഏക്കർ സ്ഥലത്ത് കാലങ്ങളായി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്തു വരുന്നത്. നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PS ബാബു, പുത്തൂർ കൃഷി ഓഫീസർ CR ദിവ്യ, TG ജയൻ, PB സുരേന്ദ്രൻ, MN രാജേഷ്, പുത്തൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് PG ഷാജി, കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി, സംഘം സെക്രട്ടറി ഷീബ ഷാജി, സംഘം ജീവനക്കാർ, കർഷകർ തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. നിലവിലുള്ള ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ ഞങ്ങൾ ആദ്യം വെച്ച നിർദ്ദേശം ബ്ലോക്ക് പഞ്ചായത്തിനെ തരിശുരഹിത ബ്ലോക്കാക്കി മാറ്റുക എന്നതായിരുന്നു. പ്രഖ്യാപനം നടത്തിയതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല അത് പ്രാവർത്തികമാക്കുക എന്ന യാഥാർത്ഥ്യം കുറച്ച് വൈകിയാണെങ്കിലും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ കാർഷിക മേഖലയിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോകാൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഇതര വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് തന്നെ കാർഷിക മേഖലയിൽ പുതിയ ഉണർവുണ്ടാക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ജലസേചന പദ്ധതികളായിക്കൊള്ളട്ടെ, പിന്നെ കുടിവെള്ള പദ്ധതികളായിക്കൊള്ളട്ടെ, അത് എല്ലാറ്റിൻ്റെയും പ്രാധാന്യം കാർഷിക മേഖലയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുപോലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ഈ തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പടവുകൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളെ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ നെൽകൃഷി മേഖലയിൽ നല്ല ഇടപെടൽ നടത്താൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിയുന്നുണ്ട്. ഞങ്ങളതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ പൊതുനിർദ്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തരിശു കിടക്കുന്ന നെൽപ്പാടങ്ങൾ കൃഷിയിറക്കാൻ തയ്യാറാകുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ തന്നെ പറയുന്ന വിഹിതം കൂലിച്ചെലവിനത്തിൽ കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഭൂമിയുടെ ഉടമയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള വിഹിതം കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് പലതരത്തിലും കർഷകരെ സഹായിക്കാൻ ആവശ്യമായ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏറെ ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്നുകൊണ്ടാകണം പുത്തൂര് കാർഷികേതര തൊഴിലാളി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പിന്നിട്ട 10 വർഷക്കാലമായി ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്ന കൃഷി അതിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏകദേശം 22 ഏക്കർ സ്ഥലത്ത് ഇവിടുത്തെ നല്ല മനസ്സുള്ള കർഷകർ ഭൂമി വീട് വെക്കാനും കൃഷി ഇറക്കാനും ഉള്ളതാണ് എന്ന സങ്കല്പത്തിൽ നിന്ന് മാറി ഏറ്റവും വലിയ കച്ചവടച്ചരക്കാക്കി ഭൂമിയെ കണ്ടു തുടങ്ങിയ അന്ന് മുതൽ കാർഷിക മേഖലയിൽ നിന്ന് പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ പഞ്ചായത്തിനകത്ത് തുളിയാംകുന്ന് പ്രദേശത്ത്, പുത്തൂർ പഞ്ചായത്തിലെ തുളിയാംകുന്ന് പ്രദേശത്തുള്ള പാടശേഖരം പൂർണ്ണമായും വിളഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ അഥവാ സ്വർണ്ണ നിറത്തിലുള്ള ഈ നെൽച്ചെടികൾ കാണുമ്പോൾ ഇവിടെ ഇന്ന് പുതിയ തലമുറയ്ക്ക് വലിയ പരിചയമില്ലെങ്കിലും പഴയ ആളുകൾക്കൊക്കെ അവരുടെ എല്ലാവരുടെയും മനസ്സൊന്ന് കുളിർക്കും. നമുക്കുണ്ണുന്നതിനാവശ്യമായതിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ഉത്രാളിക്കാവ് പൂരം വടക്കഞ്ചേരി ദേശം കാഴ്ചപ്പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. കാഴ്ചപ്പന്തൽ കാൽനാട്ടൽ കർമ്മം വടക്കഞ്ചേരി നഗരസഭ ചെയർമാൻ
PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരിയിലെ മുതിർന്ന ഡോക്ടർമാരായ PR നാരായണൻ, KA ശ്രീനിവാസൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് കേളത്ത് ഡോക്ടർ ശാന്തകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനെയും 20 വർഷത്തിലധികമായി വടക്കാഞ്ചേരി ദേശത്തിന് പന്തലൊരുക്കുന്ന മിണാലൂർ ചന്ദ്രനെയും വടക്കാഞ്ചേരി ദേശം ആദരിച്ചു. വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ദേശം ജനറൽ സെക്രട്ടറി PN വൈശാഖ് സ്വാഗതവും ജനറൽ കൺവീനർ PK രാജേഷ് നന്ദിയും രേഖപ്പെടുത്തി. വടക്കാഞ്ചേരി ദേശം വർക്കിംഗ് പ്രസിഡന്റ് K സതീഷ് കുമാർ, ട്രഷറർ പ്രശാന്ത് പുഴങ്കര, അസോസിയേറ്റ് സെക്രട്ടറി PN ജയൻ, ചീഫ് എഡിറ്റർ E നന്ദകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, സെക്രട്ടറി PR സുരേഷ് കുമാർ, കുമരനെല്ലൂർ ദേശം വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി PA വിപിൻ, വടക്കാഞ്ചേരി ദേശം മുഖ്യ രക്ഷാധികാരിമാരായ C വേണുഗോപാൽ, PB ദിനേശ്, V അനിരുദ്ധൻ, ഡോക്ടർ സതീഷ് പരമേശ്വരൻ, അജിത് കുമാർ മല്ലയ്യ, PN ഗോകുലൻ, വേണുഗോപാൽ ഭാസ്കർ, കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ, ദേശകമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. വടക്കഞ്ചേരി കൊയ്ത്തുത്സവം ആഘോഷമാക്കി വരണൻചിറ പാടശേഖര സമിതി 55 ഏക്കർ പാടശേഖരത്താണ് 100 മേനി വിളവെടുപ്പ് നടത്തിയത്. പരമ്പരാഗത നെൽകർഷകരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചെങ്കിലും കൊയ്ത്ത് യന്ത്രത്തിന്റെ പരിമിതിയും കൂടാതെ നോക്കുകൂലി പ്രശ്നങ്ങളും സങ്കീർണമാണെങ്കിലും 100 മേനി വിളഞ്ഞത് സന്തോഷം പകരുന്നതാണെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. വാർഡംഗം ഐശ്വര്യ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. AM മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. സരള സംസാരിച്ചു. പാടത്തിൻ്റെ 55 ഏക്കറിൻ്റെ കൊയ്ത്തുത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കണം. കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും കാണുന്ന വിളകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്നിട്ടാണ് പ്രവർത്തിച്ചത്. നമുക്ക് ഇതിൻ്റെ വിളവ് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിലേക്ക് പ്രസിഡൻ്റാണ് ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്നത്. പ്രസിഡന്റിൻ്റെ അഭാവത്തിൽ ഞാനിത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ കടകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മിന്നൽ പരിശോധന. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. പുത്തൂർ പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പഞ്ചായത്ത് പരിധിയിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങൾ, വിവിധ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. മരത്താക്കര സ്മാർട്ട് റെസിഡൻസി, വെട്ടുകാടുള്ള പുത്തൂർ റെസിഡൻസി, വെട്ടുകാട് സെന്ററിലെ സ്മോക്കി കിച്ചൺ എന്നിവിടങ്ങളിൽ നിന്നും പഴകിയതും കാലാവധി കഴിഞ്ഞതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. കൂടാതെ വെട്ടുകാട് പ്രവർത്തിക്കുന്ന സ്മോക്കി കിച്ചൺ, തീർത്ഥ സൂപ്പർമാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ്, ജിഷ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാമചന്ദ്രൻ, രാഹുൽ, പഞ്ചായത്ത് ക്ലർക്ക് സജിത, OA അമൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വാസ്തവ വിരുദ്ധമായ വാർത്ത നൽകുന്ന ജില്ലാ സപ്ലൈ ഓഫീസർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. ജനുവരി മാസത്തെ റേഷൻ വിതരണത്തിനുള്ള സ്റ്റോക്ക് ജനുവരി 27-ന് പൂർണ്ണമായും ജില്ലയിലെ റേഷൻ കടകളിൽ എത്തിച്ചു നൽകിയതായി പത്രവാർത്ത നൽകിയ തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. പല സ്ഥലങ്ങളിലും ജനുവരി മാസത്തെ സ്റ്റോക്ക് ഫെബ്രുവരി 1-നാണ് എത്തിച്ചു നൽകിയതെന്നും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ പറഞ്ഞു. KTPTS ആക്ടിന് വിരുദ്ധമായി ജില്ലാ സപ്ലൈ ഓഫീസർ പല റേഷൻ കടകളും സസ്പെൻഡ് ചെയ്തതായും ജോണി നെല്ലൂർ പറഞ്ഞു. സപ്ലൈ ഓഫീസറുടെ ഉത്തരവ് ശരിയല്ലെന്നതിനാൽ ഇതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചിട്ടുണ്ട്. സപ്ലൈ ഓഫീസറുടെ ഇത്തരം പ്രവൃത്തിക്കെതിരെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകുമെന്നും ജോണി നെല്ലൂർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജോണി നെല്ലൂർ, PD പോൾ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒല്ലൂർ വികസനം വ്യാപാരികളെ പുനരധിവസിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ഒല്ലൂർ ജംഗ്ഷൻ വികസനവും റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി നഷ്ടപ്പെടുന്ന ഭൂ ഉടമകൾക്ക് മാർക്കറ്റ് വില നൽകണമെന്നും 100 കണക്കിന് വരുന്ന വ്യാപാരികളെ പുനരധിവസിപ്പിക്കണമെന്നും തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവും മുൻ മേയറുമായ രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. കോവിഡ് കഴിഞ്ഞ് വ്യാപാരികൾ പച്ചപിടിച്ചു വരുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് വ്യാപാര സമൂഹം കടന്നുപോകുന്നത്. അതിനാൽ ഒല്ലൂർ ജംഗ്ഷനിൽ പതിറ്റാണ്ടുകളായി കച്ചവടം നടത്തുന്ന വ്യാപാരികളെ തൃശൂർ കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും മുൻകൈയെടുത്ത് പുനരധിവസിപ്പിക്കണമെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. വ്യാപാരികളെയും തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പെട്ടെന്ന് വരുമാനം ഇല്ലാതാകുമ്പോൾ അവരുടെ കുടുംബങ്ങളിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും. വ്യാപാരികളെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷനും സർക്കാരും ഏറ്റെടുക്കണം.
ഒല്ലൂർ ജംഗ്ഷൻ വികസനവും റോഡ് വികസനവും അടിയന്തരമായി നടപ്പിലാക്കേണ്ട ഒന്നാണ്. വർഷങ്ങളായി ഒല്ലൂർ ജംഗ്ഷൻ വികസനം ചർച്ചകൾ വരുന്നുണ്ടെങ്കിലും പ്രാബല്യത്തിൽ വരാറില്ലെന്നും ഒല്ലൂർ ജംഗ്ഷൻ വികസനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ അഭിപ്രായപ്പെട്ടു. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. കൊള്ളന്നൂർ നഗർ സമഗ്ര വികസന പദ്ധതി തുടങ്ങി. സേവ്യർ ചിറ്റലപ്പള്ളി MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാരിന്റെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കൊള്ളന്നൂർ നഗറിൽ നടപ്പിലാക്കുന്ന 1 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു. വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. കൊള്ളന്നൂർ നഗറിന്റെ അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ, കോൺക്രീറ്റ് റോഡുകളുടെ നിർമ്മാണം, റോഡിന്റെ സൈഡ് സംരക്ഷണം, അംഗൻവാടിയിൽ ശിശു സൗഹൃദ ശൗചാലയങ്ങളുടെ നിർമ്മാണം, ഡംപിംഗ് ട്രജസ് ഫില്ലിംഗ്, സാംസ്കാരിക നിലയത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ, കൾവർട്ട് നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, അംഗൻവാടിയിലേക്കും സാംസ്കാരിക നിലയത്തിലെയും പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്കുകൾ എന്നിവയാണ് നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു,
ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി പുഷ്കരൻ, സുഷിത ബാനിഷ്, സ്നേഹ സജിമോൻ, അഖില പ്രസാദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം UV വിനീഷ് സ്വാഗതം പറഞ്ഞു. പുഴയ്ക്കൽ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ സിനി നന്ദി പറഞ്ഞു. സിനർജിയ ചേതന ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവൽ ഫെബ്രുവരി 6, 7 തീയതികളിൽ നടക്കും. യുവ സംവിധായകൻ വിനോദ് ലീല ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സിനർജിയ ഫോറവും ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് നാഷണൽ ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത്. വിദ്യാർത്ഥികൾ നിർമ്മിച്ച 22ഓളം ഹ്രസ്വ ചിത്രങ്ങളും ഡോക്യുമെന്ററികളും മേളയിൽ പ്രദർശിപ്പിക്കും. ബെസ്റ്റ് സ്റ്റുഡന്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ തുടങ്ങി സാങ്കേതിക മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും അവാർഡുകൾ സമ്മാനിക്കും. സംവിധായകൻ ജിഷോ ലോൺ ആന്റണി മുഖ്യ അതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിബി ജോസ് ചാലിശ്ശേരി, മീര രാമചന്ദ്രൻ, സ്വാതി കൃഷ്ണ, അലീഷ്യ ഷാജി, ഫാദർ ബെന്നി ബെനഡിക്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബൈക്ക് മോഷണ കേസ് പ്രതികൾ പിടിയിൽ, 3 ബൈക്കുകൾ കണ്ടെടുത്തു. ഫെബ്രുവരി 2 പുലർച്ചെ 1 മണിയോടെ പഴുവിൽ സ്വദേശി ബാബു ജോർജ് എന്നയാളുടെ കൂട്ടുകാരനായ ഷെറിന്റെ വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ബൈക്കുകൾ മോഷണം പോയി. മോഷണം പോകുന്ന സമയം പഴുവിൽ പാലത്തിനടുത്ത് വെച്ച് ബാബു ജോർജും സുഹൃത്തുക്കളും അത് ഷെറിന്റെ ബൈക്കാണെന്ന് തിരിച്ചറിഞ്ഞ് തടയാൻ ശ്രമിച്ചപ്പോൾ ബാബു ജോർജിനെ ബൈക്ക് ഉപയോഗിച്ച് ഇടിക്കുകയും കാലിന്റെ എല്ല് പൊട്ടുകയും ചെയ്തു. പ്രതികളായ 18 വയസ്സുള്ള ആകേഷ്, 19 വയസ്സുള്ള ശരത് എന്നിവരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആകേഷിനെ സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യുകയും ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ ശരത്തിനെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശരത്ത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2023 വീട് പൊളിച്ച് സ്വർണ്ണാഭരണ മോഷണം നടത്തിയ കേസിലെ പ്രതിയും 2024 കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹോട്ടലിൽ അതിക്രമിച്ച് കടന്ന് ഫോണും മറ്റും എടുത്ത കേസിലെ പ്രതിയുമാണ്. നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബൈക്ക് മോഷണം നടത്തിയ കേസിലും ശരത്ത് പ്രതിയാണ്. മറ്റു പ്രതികളെ അന്വേഷിച്ചു വരുന്നു. പ്രതികളിൽ നിന്നും 3 ബൈക്കുകൾ കണ്ടെടുത്തു. അതിൽ ഒരെണ്ണം മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഗ്യാരേജിൽ നിന്നും കളവ് പോയ ബൈക്കും ബാക്കി 2 ബൈക്ക് പഴുവിൽ നിന്നും കളവ് പോയ ബൈക്കുമാണ്. അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ അജിത്, അനിൽകുമാർ, ASI ബിനു തോമസ്, ഹോംഗാർഡ് ജെയ്സൺ എന്നിവരും ഉണ്ടായിരുന്നു. 12 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 491 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് തൃശൂർ ജില്ലാ പോലീസ് മേധാവി. സെന്റ് സെബാസ്റ്റ്യൻ HSS കുട്ടിക്കാട്, വിമൽ ജ്യോതി സെൻട്രൽ സ്കൂൾ മുപ്ലിയം, GHSS മുപ്ലിയം, GNBHSS കൊടകര, GHSS ചായ്പൻകുഴി, GHSS ചെമ്പൂച്ചിറ, SNVHSS ആളൂർ, MMHS കൊരട്ടി, GVHSS നന്ദിക്കര, LFCHSS കൊരട്ടി, MRS ചാലക്കുടി, GHSS കൊടകര എന്നീ തൃശൂർ റൂറൽ ജില്ലയിലെ 12 വിദ്യാലയങ്ങളിൽ നിന്നുള്ള സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ അണിനിരന്ന വർണ്ണാഭമായ പാസിംഗ് ഔട്ട് പരേഡ് കൊടകര ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. 2023-25 അധ്യയന വർഷങ്ങളിലായി പദ്ധതി പരിശീലനം പൂർത്തിയാക്കിയ 12 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 491 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ വിശിഷ്ടാതിഥിയായി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിഷലിപ്തമാക്കുന്ന മദ്യം, മയക്കുമരുന്ന് മാഫിയകൾ പിടിമുറുക്കിയിരിക്കുന്നത് സ്കൂളുകളിലും കോളേജ് തലങ്ങളിലും ടീനേജ് ആയിട്ടുള്ള കുട്ടികൾക്കിടയിലാണെന്നും നാം ഇന്ന് അനുദിനം സമൂഹ മാധ്യമങ്ങൾ വഴി കണ്ടുവരുന്ന, കേൾക്കാൻ പോലും ഭയപ്പെടുന്ന വാർത്തകളുടെ എല്ലാം സത്യാവസ്ഥകൾ തേടി ചെല്ലുമ്പോൾ ഇതിനെല്ലാം തന്നെ മൂലകാരണങ്ങളായി കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മദ്യവും മയക്കുമരുന്നും പിന്നെ അസംതൃപ്തരായ നമ്മുടെ യുവത്വവുമാണെന്നും എന്തിനേയും കൗതുകത്തോടെ നോക്കിക്കാണുന്ന, എന്തും പരീക്ഷിച്ചറിയാനുള്ള നമ്മുടെ കുട്ടികളുടെ ജിജ്ഞാസയെ മുതലെടുത്താണ് അവരെ വളരെ വേഗത്തിൽ ഇത്തരം മാഫിയകൾ വലയിലാക്കി അവരുടെ കാരിയേഴ്സാക്കി മാറ്റുന്നതെന്നും ഇത്തരം കാലഘട്ടത്തിലാണ് SPC പോലുള്ള പദ്ധതികളുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതെന്നും തൃശൂർ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ ഉല്ലാസ് VA പ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരേഡ് വീക്ഷിക്കുന്നതിനായി വൻ ജനാവലി തന്നെ എത്തിച്ചേർന്നിരുന്നു. നയനമനോഹരമായ പരേഡ് ഒരുക്കുന്നതിനായി പ്രയത്നിച്ച അധ്യാപകരെയും ഡ്രിൽ ഇൻസ്ട്രക്ടറായ പോലീസ് ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും പോലീസ് മേധാവി പ്രത്യേകം അഭിനന്ദിച്ചു. പങ്കെടുത്ത വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മുരിങ്ങൂരുള്ള ഹോട്ടലിൽ നിന്നും വിശ്വാസവഞ്ചന ചെയ്ത് 1/2 കോടിയിലധികം രൂപ തട്ടിയ ഫെയ്ത്ത് എന്നയാൾ പിടിയിൽ. ചെങ്ങമനാട് സ്വദേശി മാത്യൂസ് മാനേജിംഗ് പാർട്ണറായ മുരിങ്ങൂരുള്ള ഹോട്ടലിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കൂത്തുപറമ്പ് മാങ്ങാട്ടി ഡാം വടക്കേക്കണ്ടി വീട്ടിൽ 28 വയസ്സുള്ള ഫെയ്ത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ചെങ്ങമനാട് സ്വദേശിയായ മാത്യൂസ് മാനേജിംഗ് പാർട്ണറായുള്ള ഹോട്ടലിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഫെയ്ത്ത്.
ബാർ, റെസ്റ്റോറന്റ്, റൂം, ഹാൾ തുടങ്ങിയവയിൽ നിന്നും ലഭിച്ച വരുമാനം ക്യാഷായും ATM ട്രാൻസ്ഫറായും മാത്രം വാങ്ങുന്നതിന് പകരം ഫെയ്ത്തിന് സ്വന്തം മൊബൈൽ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തും ക്യാഷായും വാങ്ങി സ്വന്തം അക്കൗണ്ടിൽ നിക്ഷേപിച്ച് 64,38,500 രൂപ ഫെയ്ത്ത് തട്ടിയെടുക്കുകയായിരുന്നു. തട്ടിപ്പ് മനസ്സിലാക്കിയ മാത്യൂസ് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയ ശേഷം ഒളിവിൽ പോയ ഫെയ്ത്തിനെ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കൊടുവിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് നിന്നും കൊരട്ടി SHO അമൃതരംഗൻ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അന്വേഷണ സംഘത്തിൽ കൊരട്ടി SHO അമൃതരംഗൻ, ASI നാഗേഷ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഫൈസൽ, ദീപു എന്നിവരാണ് ഉണ്ടായിരുന്നത്. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. റിവൈവൽ തൃശൂർ. പരിശുദ്ധാത്മ കവിഞ്ഞൊടുക്കുന്ന 7 ദിനങ്ങൾ. ഇക്കണ്ടവാരി റോഡ്, മനോരമ ഓഫീസിന് സമീപം, തൃശൂർ. 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ അനു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൃപാവരപ്രാപ്തരായ 40ഓളം അനുഗ്രഹീത അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു, ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഫെബ്രുവരി 11 നടക്കും. ഫെബ്രുവരി 6 വ്യാഴാഴ്ച രാവിലെ കൊടിയേറുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും. അന്ന് രാവിലെ മുതൽ ആരംഭിക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം SNDP യോഗം പ്രസിഡന്റ് വിനീഷ് തയ്യിൽ നിർവഹിക്കും. 11 പുലർച്ചെ 4 മണിക്ക് പള്ളി ഉണർത്തലോടെ തൈപ്പൂയ മഹോത്സവ ചടങ്ങുകൾ ആരംഭിക്കും. 12 ബുധനാഴ്ച പള്ളിവേട്ടയ്ക്ക് ശേഷം 13 വ്യാഴാഴ്ച നടക്കുന്ന ആറാട്ടോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിനീഷ് തയ്യിൽ, KK മുകുന്ദൻ, സന്തോഷ്, മോഹനൻ, TR രഞ്ജു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സിസ്റ്റം അഡ്മിനായി ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചും സുഭാഷ് എന്നയാളിൽ നിന്ന് 500,000 പരം രൂപ തട്ടിച്ച കേസിലെ പ്രതി പ്രവീൺ B. മേനോനെയാണ് പുതുക്കാട് SHO സജീഷ് കുമാർ അറസ്റ്റ് ചെയ്തത്. പറപ്പൂക്കര പള്ളത്ത് വാടകയ്ക്ക് ലേബർ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പറപ്പൂക്കര പള്ളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന പ്രവീൺ എറണാകുളം ജില്ലയിൽ സർക്കാർ ജോലിയുള്ള ഉടമസ്ഥയെ തൃശൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരാമെന്ന് പറയുകയും പ്രവീണിന്റെ പെരുമാറ്റത്തിൽ വിശ്വസിച്ച സുഭാഷ് തന്റെ മകൾക്ക് ജോലിയുടെ കാര്യം പ്രവീണുമായി സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് പ്രവീൺ തിരുവനന്തപുരത്തുള്ള ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സിസ്റ്റം അഡ്മിനായി മകൾക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് സുഭാഷിനെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. അതുവഴി 500,000 പരം രൂപ കൈവശപ്പെടുത്തുകയും ചെയ്തു. പ്രവീൺ സുഭാഷിനും വീട്ടുടമസ്ഥയ്ക്കും കൊടുത്ത ചില ഉത്തരവുകൾ പരിശോധിച്ചപ്പോഴാണ് തങ്ങൾ ചതിക്കപ്പെട്ടെന്ന കാര്യം സുഭാഷ് മനസ്സിലാക്കിയത്.
തുടർന്ന് പുതുക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യുകയും പരാതിപ്പെടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തന്റെ തട്ടിപ്പ് അയൽവാസികളും സുഭാഷും അറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ പ്രവീൺ തുടർന്ന് അവിടെ നിന്നും ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. പോലീസ് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിൽ ഒളിച്ചു താമസിക്കുന്ന പ്രവീണിനെ പോലീസ് പിടികൂടുകയായിരുന്നു. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പുതുക്കാട് SHO സജീഷ് കുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ അജി VD, സുജിത് കുമാർ, ജെറിൻ ജോസ് എന്നിവരുണ്ടായിരുന്നു. പ്രവീണിന്റെ പേരിൽ ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിൽ 2018 കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ 2023 എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ 2022 കാലടി പോലീസ് സ്റ്റേഷനിൽ 2023 നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ 2023 ആറന്മുള പോലീസ് സ്റ്റേഷനിൽ 2023 24 2021 കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും സമാനമായ രീതിയിൽ 12ഓളം തട്ടിപ്പ് കേസുകളുണ്ട്. മരോട്ടിച്ചാൽ പനിയേലി പൊട്ടക്കൽ അയ്യപ്പൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ മീനാക്ഷി, മക്കൾ മിനി, സുരേഷ്, മരുമക്കൾ ചന്ദ്രൻ, സിഞ്ചിനി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ പഞ്ചായത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ഉത്രാളിക്കാവ് പൂരം വടക്കഞ്ചേരി ദേശം കാഴ്ചപ്പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. കൊയ്ത്തുത്സവം ആഘോഷമാക്കി വരടൻചിറ പാടശേഖര സമിതി 55 ഏക്കർ പാടശേഖരത്താണ് 100 മേനി വിളവെടുപ്പ് നടത്തിയത്. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ കടകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മിന്നൽ പരിശോധന. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.